മാസ്റ്റർക്ക് ഒരു പ്രത്യേക കയ്യടിയുണ്ട്. കാരണം അത് കുഞ്ഞുങ്ങളെയും രക്ഷിതാക്കളെയും ഒരുപോലെ ഇതിനകത്ത് പങ്കെടുപ്പിക്കാനായിട്ട് അദ്ദേഹത്തിന് ഒരു പ്രത്യേക കഴിവുണ്ടായെന്ന് തോന്നി. കാരണം ആ ചോദ്യങ്ങൾ പറയുമ്പോൾ ഇൻഫോർമേറ്റീവായിട്ട്, അത് കുഞ്ഞുങ്ങൾ ആർക്കും ബോറടിച്ചായിട്ട് തോന്നില്ല. നമ്മൾ സമയം വൈകിയാ തുടങ്ങിയത്, പിന്നെ അതായിട്ട് ഇത്ര താമസിക്കുന്നു, അല്ലെ സാറിന് കുട്ടികൾക്ക് പ്രൈസ് കിട്ടാൻ താമസിക്കുന്നു, പോകാൻ തിരക്കുണ്ട്, അങ്ങനെയൊന്നും തോന്നാതെ ഇരിക്കാൻ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക ഇതുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളത് നല്ലവണ്ണം ഉൾക്കൊണ്ടു. ഈ ചോദ്യങ്ങള് ഇവരുടെ ജീവിതത്തിലെ പിന്നെ അത് ഇതാകും, സ്കൂളിൽ ചെന്നാൽ ഇവർക്ക് പ്രവർത്തിക്കാൻ പറ്റും എന്ന് തോന്നുന്നു. അതുപോലെ തന്നെ അവർക്ക് ഉൾക്കൊണ്ടു. അതുപോലെ തന്നെ പിന്നെ വീട്ടുമൃഗങ്ങളെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡോക്ടർ വന്നെടുത്ത ക്ലാസ്സും വളരെ പ്രയോജനപ്രദമായിരുന്നു. സാധാരണഗതിയിലെ പിന്നെ ഒരു വിഭാഗം മാത്രം ശ്രമിച്ചാൽ, ഇപ്പൊ ആരോഗ്യവകുപ്പ് മാത്രമായിട്ടോ വിദ്യാഭ്യാസ വകുപ്പ് മാത്രമായിട്ടോ ശ്രമിച്ചാൽ നടക്കാത്ത കാര്യമാണ്. ഇത് രണ്ടു കൂട്ടരും കൂടെ ആകുമ്പോൾ ഈ ജന്തുജന്യ രോഗങ്ങളും മറ്റുള്ള ആരോഗ്യ പ്രവർത്തനങ്ങൾ കുട്ടികളിലൂടെ നടപ്പാക്കുമ്പോൾ അത് കുറെ കൂടെ പ്രയോജനപ്രദമാകും. സാധാരണയായി ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ രക്ഷിതാക്കളെയൊക്കെ പുറത്താണ് ഇരുത്താറ്. അതുകൊണ്ട് തന്നെ ഞാൻ പേരെ ഇതുകൊണ്ട് വന്നിട്ട് എഴുതാൻ എനിക്ക് സാധിക്കാറില്ല. എനിക്ക് പറഞ്ഞു കൊടുക്കാൻ ഇത് സഹായിക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ മറ്റ് ക്വിസിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരുപാട് അറിവുകൾ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും പ്രയോജനപ്പെടുന്ന രീതിയിലുള്ളൊരു ക്വിസ് മത്സരമായിരുന്നു. ഇതൊരു ക്വിസ് മത്സരമായിട്ട് ശരിക്കും ഞങ്ങൾക്ക് തോന്നിയില്ല എന്നാണ് എനിക്ക് തോന്നിയില്ല. ഇത് നമുക്കൊരു അറിവ് പങ്കിട്ട് തരുന്ന ഒരു ഇതായിട്ട് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. ഇതുപോലുള്ള മത്സരങ്ങൾ ഇനിയും സംഘടിപ്പിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.